ഹലോ, ഹായ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പായസമാണ്. ചെറുപയർ പരിപ്പിൻ്റെ പായസം. അതിന് വേണ്ടത് തേങ്ങ, ചെറുപയർ എനിക്ക് വറുത്ത് കിട്ടിയതാണ്. അതെൻ്റെ ഒരു ഫ്രണ്ട് നിമിഷ എന്ന് പറഞ്ഞൊരു കുട്ടി കൊണ്ടു തന്നതാണ്. അത് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് വെള്ളമൊഴിച്ച് ഒരു പിഞ്ച് ഉപ്പിട്ട് കുക്കറിൽ വെച്ച് വേവിക്കാന്ന്. 2 വിസിൽ സിമ്മിലിട്ട് വേവിക്കണേ. ശർക്കര അതാ അവിടുന്ന് ഉരുകുന്നുണ്ട്. തേങ്ങ ചിരകുകയാണ്. തേങ്ങ ചിരകി വെച്ചു. ആ തേങ്ങ ഇതാ നമ്മൾ മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കണം. ഇളം ചൂട് വെള്ളത്തിലാണെങ്കിൽ പെട്ടെന്ന് തേങ്ങാപ്പാൽ കിട്ടും. ഇതാ മിക്സിയിലിട്ട് അരച്ചെടുത്തു. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുകയാണ്. ശർക്കര എല്ലാം ഉരുകി വന്നു. അതിലേക്ക് ഏലക്കായ്, മുന്തിരി, അണ്ടിപ്പരിപ്പ്. ഇതാ ശർക്കര നമ്മളിതിലേക്ക് ഒഴിച്ചു. കുറച്ച് പാൽപ്പൊടി, 2-3 സ്പൂണ് പാൽപ്പൊടി കലക്കി ഈ പായസത്തിൻ്റെ അകത്തേക്ക് ചേർക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒഴിക്കണേ. ഒരു 2-3 പഴം, ഞാൻ കുഞ്ഞിപ്പഴം, കദളിപ്പഴം ചേർക്കുന്നുണ്ട്. അത് വേണ്ടവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് ഒഴിവാക്കാം. കുഴപ്പമൊന്നുമില്ല. ഒരു ടേസ്റ്റ് വേറെ വ്യത്യാസം വരാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പിട്ടു. അതൊരു ഗോൾഡൻ കളറാവുന്നത് വരെ നമ്മൾ ഇളക്കണേ. അത് കഴിഞ്ഞ് മുന്തിരി ഇട്ടു. ആ നെയ്യും മുന്തിരിയും നമ്മൾ പായസത്തിലേക്ക് ചേർക്കുകയാണ്. നന്നായി ഇളക്കുക. പായസം റെഡിയായേ. പായസത്തിൻ്റെ ടേസ്റ്റ് നോക്കാൻ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ.